ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. രാത്രിയും പകലും, രാത്രി 12 മണിക്കൊക്കെ തീരെ കടകൾ തപ്പി നടന്നവരുണ്ട്. അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, അവരുടെ ഡ്രസ്സ് ഒരുക്കാൻ, ഇവരെല്ലാവർക്കുമായിട്ട് ഞാൻ നന്ദി പറയും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കുഞ്ഞുങ്ങൾ ആരും ശബ്ദിക്കരുത് കേട്ടോ. ലിസൺ ലിസൺ മേഘ. 47 കുട്ടികളുണ്ട് ലിസ്റ്റ് എടുത്തിട്ട്. പക്ഷെ ഇത് സൺഡേ സ്കൂളിൽ കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ വല്ലപ്പോഴും ആലോചിക്കും, കർത്താവേ, എൻ്റെ ഈ കുഞ്ഞുങ്ങളുടെയും കൂടെ ഏജിന്റെ റേഷ്യോ ഒന്ന് കുറച്ച് തരണേ. കാരണം 7 വയസ്സുള്ള പിള്ളേരാണ് ആവറേജ് ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ. ഞങ്ങൾ ജെനിസിസിൽ ആരംഭിച്ചു, ഞങ്ങളിപ്പോൾ 2 സാമുവേൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ പ്രസംഗിച്ച് ഞങ്ങൾ കേട്ടല്ലോ. അവരുടെ പ്രായത്തിൽ ഞാൻ കേട്ടിരുന്നെങ്കിൽ എന്നെ മുട്ടടിച്ച് താഴെയാണ്. അപ്പോൾ ഈ സൺഡേ സ്കൂളിന് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ഈ സൺഡേ സ്കൂൾ തുടങ്ങിയതും. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഈ പ്രായമുള്ള ഞാൻ ഇരുന്ന് പഠിപ്പിക്കുന്ന ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ചിരിച്ചു. പക്ഷേ അവർ കോപ്പറേറ്റ് ചെയ്യും. കാരണം ഞാൻ അവരുടെ ലെവലിലോട്ടൊക്കെ താഴെ. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ 47 കുട്ടികളും എൻ്റെ സൺഡേ സ്കൂളിൽ കിട്ടിയിരുന്നെങ്കിലല്ല. കാരണം അവർ കൊടുക്കാൻ പറ്റുന്നത് ഈ ചെറുപ്രായത്തിൽ കൊടുത്തോണം. ഒരു 7ാം ക്ലാസ് കഴിഞ്ഞാൽ അവർ കുഞ്ഞിനെ കിട്ടത്തില്ല പഠിപ്പിക്കാനിവിടെ. കാരണം ട്യൂഷൻ കൊണ്ട് പിന്നെ അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ ഒരു 7ാം ക്ലാസ് കയറുന്നതിന് മുൻപായിട്ട് ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കൃപയിൽ അഭ്യസിപ്പിക്കാൻ ഞങ്ങളൊക്കെ അതിനുവേണ്ടി റെഡിയായി. ഞങ്ങളതിനുവേണ്ടി സമയം മെനക്കെടുത്തുന്നു. ഓഫീസിൽ നിന്ന് ഓടി വന്നിട്ടൊന്ന് കുളിച്ചിട്ട് ഓടി ആ നിമിഷം തന്നെ ഓടിപ്പോവുക കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട്. ആ പ്രയോജനം എല്ലാവർക്കും കിട്ടണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പേരൻസിനോട് എനിക്ക് അപേക്ഷയുണ്ട്, നിങ്ങൾ ഒന്ന് ആലോചിക്കും. ഒരു ബുധനാഴ്ച വൈകുന്നേരം 8 മണി മുതൽ 9:30 വരെ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് വിട്ടതാണ്. യു വിൽ സീ ജുവൽസ് ഔട്ട് ഓഫ് ദം. ഇവിടെ എല്ലാ കുഞ്ഞുങ്ങളും പ്രസംഗിച്ചു. അവർ പ്രസംഗിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമാണ്. ദൈവത്തിൻ്റെ വചനം അവർ പഠിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും വലിയ മുട്ടം വാക്യം എഴുതി കൊടുത്ത എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ തിരിച്ചുപോയി. കർത്താവേ, നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ സമയമില്ല. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിന്റെ മധ്യത്തിൽ ഈ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നേടുക എന്നുള്ള വലിയൊരു ഒരു ഒരു ദൗത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വരുന്നത് ദൈവജനത്തിന്റെ കൂടെ ഞാനൊരു കഥയും കൂടെ പറയാറുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അല്ലേ, ജോൺസണും ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ. ഞാൻ ജോൺസണോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ജോൺസൺ എടുത്തില്ല, എന്നെ കൊണ്ട് എടുപ്പിച്ചു. അവസാനം കഥ പറയണമല്ലോ, അവസാനം ഒരു കഥ പറയാം. അപ്പം ഞാൻ ആ കഥ നിങ്ങളോടൊന്നുകൂടെ പറയും. ഞാൻ ആ കൂട്ടായ്മയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ഞാൻ ആകെ 20 മിനിറ്റ് എടുക്കുമെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഒരു വിസിറ്റർ ഒരു ദിവസം അതിരാവിലെ സമയത്തൊരു പട്ടണത്തിൽ ചെയ്തു. ഇടം മലയൊക്കെ നോക്കി എങ്ങോട്ടാ പോകേണ്ടത്, ആരെയും കാണുന്നില്ലല്ലോ. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു പള്ളി കണ്ടു. ശരി, അങ്ങോട്ട് പോകലേ. അദ്ദേഹം കൊണ്ട് കാറ് പാർക്ക് ചെയ്തു. കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ള പട്ടണത്തിലെ പള്ളി പാർക്ക് ചെയ്ത് ഉടനെ പറയുന്ന ഒരാൾ പറഞ്ഞു, ദാറ്റ് ഈസ് മൈ പ്ലേസ്, യു ടുക്ക് മൈ പ്ലേസ്. നീ എന്റെ പൊസിഷൻ എടുത്തു. വിസിറ്റർ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പള്ളിയിലോട്ട് നടന്നു പോയി. അവിടെ സൺഡേ സ്കൂൾ നടന്നു. അപ്പോൾ സൺഡേ സ്കൂൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. ഈ വിസിറ്റർ പോയിട്ട് ഒരു സീറ്റിലിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ദിസ് ഈസ് മൈ പ്ലേസ്, യു ടുക്ക് മൈ പ്ലേസ്. വിസിറ്റർ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് പിന്നെ സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് പള്ളി ആരാധന തുടങ്ങാൻ പോകുന്നു. പള്ളിക്കകത്ത് പോയിട്ട് ഒരു സീറ്റിലിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ദാറ്റ് ഈസ് മൈ പ്ലേസ്, യു ടുക്ക് മൈ പ്ലേസ്. അപ്പോഴും വിസിറ്റർ ഒന്നും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞിട്ട് പ്രാർത്ഥന ആരംഭിച്ചു. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഞങ്ങളുടെ മധ്യേ കടന്നു വരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ എന്റെ പൊസിഷൻ എടുത്തെന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന നോക്കിയപ്പോൾ ഈ ആളുടെ ഭാവം മാറുന്നു. ആളുടെ ഭാവം വലിയ പ്രഭയുള്ളതായിട്ട് മാറുന്നു. സൂക്ഷിച്ചു നോക്കി കൈകളിലൊക്കെ ഇതാ തുള കാണും. ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ് ടു യു? അപ്പോൾ വിസിറ്റർ പറഞ്ഞു, ഐ ടുക്ക് യുവർ പ്ലേസ്. ഞാൻ നിന്റെ പൊസിഷൻ എടുത്തു. ക്രിസ്മസിന്റെ സന്ദേശം ഇതാണ്. ദൈവം നമ്മുടെ പൊസിഷനിലേക്ക് ഇറങ്ങി വന്നു നമ്മെ വീണ്ടെടുക്കുവാൻ. നമ്മൾ പാപികളായിരുന്നപ്പോൾ, ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട് നമ്മളായിരുന്നപ്പോൾ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി അവതരിച്ച്
നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു. ആ കുരിശിന്മേൽ നമ്മുടെ പാപങ്ങളുമായി കിടക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ഐ ടുക്ക് യുവർ പ്ലേസ്. ഞാൻ നിന്റെ പൊസിഷൻ എടുത്തു, നിന്റെ വേദന ഞാൻ എടുത്തു, നിന്റെ രോഗം ഞാൻ എടുത്തു, നിന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ എടുത്തു, നിന്റെ നിരാശ ഞാൻ എടുത്തു. കമോൺ, ഞാൻ ജയാളിയായി, എന്നോടുകൂടെ നീ ജയാളിയായി ജീവിക്കുക. ഇതാണ് ക്രിസ്മസിന്റെ വാസ്തവത്തിലുള്ള സന്ദേശം. ഇന്ന് ക്രിസ്മസ് എല്ലാവരും ധാരാളം പ്രസംഗങ്ങളിലൂടെ കേട്ടു. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്മസ് ഇമ്മാനുവലാണ്, ക്രിസ്മസ് സ്നേഹമാണ്, ക്രിസ്മസ് ഹാപ്പിനെസ് ആണ്, ക്രിസ്മസ് വിക്ടറിയാണ്, റിസ്റ്റോറേഷനാണ്. ധാരാളം കേട്ടു. അത് തന്നെയാണ് ക്രിസ്മസിൻ്റെ മെസ്സേജ്. നമുക്കൊരു വചനം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നമുക്കൊരു പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, അവിടുത്തെ ജനനത്തെ ഓർക്കുവാൻ ഞങ്ങൾക്ക് മരുഭൂമിയിൽ തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിന്നോടുകൂടി ഇരിക്കുന്നതാകുന്നു. ക്രിസ്മസ് ഇമ്മാനുവലാണ്, നമ്മോടുകൂടെ ദൈവം. കർത്താവെ, ആ സാമീപ്യം തന്ന്, ആ സാന്നിധ്യം തന്ന് അടിയങ്ങളെ സഹായിക്കണമേ. എന്നും നിന്നോട് കൂടെ ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഈ 2011 അവസാന മാസത്തേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം ഞങ്ങൾ നീ പരിപാലിച്ചു, ഇത്രത്തോളം ഞങ്ങൾ നടത്തിയത്, ഞങ്ങൾക്ക് ജയം തന്നു. വീഴാവുന്ന സ്ഥാനങ്ങളിൽ, പട്ടുപോകാവുന്ന സ്ഥാനങ്ങളിൽ, പരാജയപ്പെടാവുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങളെ ജയത്തോടെ നിർത്തിയ ദൈവമേ, നന്ദിയോട് സ്തോത്രം. കർത്താവേ, ഈ വർഷം ക്രിസ്മസ് ഞങ്ങൾ ഓർക്കുമ്പോൾ വാസ്തവമായിട്ട് ഞങ്ങൾ നിന്നുമായിട്ടുള്ള ബന്ധമെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങളതിനെ ശോധന ചെയ്യുവാൻ ഈ രാത്രികാലം ഞങ്ങളെ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കടന്നു വന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം. എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയങ്ങളെ നിറച്ചെന്ന് പറഞ്ഞയക്കണമേ, യേശുവിന്റെ അങ്ങനെയുള്ള നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തു ലോക ജനതയെ, അല്ലെങ്കിൽ ലോക സംസ്കാരത്തെ, മാനവ സംസ്കാരത്തെ തന്നെ രണ്ടായിട്ട് തിരിച്ചു. AD എന്നും BC, ബിഫോർ ക്രൈസ്റ്റ് എന്നും ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ് AD എന്നും. കർത്താവായ യേശു ക്രിസ്തു ഒരൊറ്റ പുസ്തകം പോലും എഴുതിയില്ല. പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾക്ക് കണക്കില്ല. അവനൊരു ഗാനവും രചിച്ചില്ല. പക്ഷെ യേശുവിനെ പറ്റിയുള്ള ഗാനങ്ങളെ കൊണ്ട് ലോകം നിറഞ്ഞത്. കർത്താവ് കനാൻ നാട് വിട്ട് എങ്ങും പോയില്ല. പക്ഷെ ഇന്ന് ലോകം മുഴുവനും കർത്താവിന് വേണ്ടി ആളുകളെ നേടുവാൻ, ശിഷ്യന്മാരെ ഒരുക്കുവാൻ തൻ്റെ മക്കളെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എണ്ണമില്ലാത്ത പട്ടണങ്ങളും ഗ്രാമങ്ങളും കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം കർത്താവ് ഈ ലോകത്തെ രണ്ടായിട്ട് തിരിക്കും. രക്ഷിക്കപ്പെട്ടവരെന്നും രക്ഷിക്കപ്പെടാത്തവരെന്നും, വീണ്ടെടുക്കപ്പെട്ടവരെന്നും വീണ്ടെടുക്കപ്പെടാത്തവരെന്നും, വിശ്വസ്തദാസനെന്നും ദുഷ്ടദാസനെന്നും, ചെമ്മരിയാടെന്നും കോലാട്. ലോകത്തിൽ ഈ ഡിവിഷൻ ഇപ്പോഴേ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം വരുന്നുണ്ട് ഫൈനലായി പാർട്ടീഷൻ നടക്കുവാൻ. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ആം ഐ വിത്ത് ജീസസ് ഓർ ആം ഐ അവേ ഫ്രം ജീസസ്? ഞാൻ കർത്താവിനോട് കൂടെയാണോ അതോ കർത്താവിന് ദൂരെയാണോ? ഇതാ സകല ലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്റെ ജീവിതത്തിൽ വാസ്തവത്തിലുണ്ട്. നമ്മൾ വായിക്കുന്നു, വിശുദ്ധ കന്യമറിയാവുന്ന ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഈ കൃപയില്ലെങ്കിൽ നമ്മെ കൊണ്ടൊന്നിനും സാധ്യമാകത്തില്ല. ദൈവത്തിന്റെ കൃപയില്ലേ, വി ആർ എ വീക്ക് സീറോ. നമ്മൾ മിടുക്കനായിരിക്കാം, നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കാം, വളരെ കൗതുകത്തോടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരായിരിക്കാം. ബട്ട് ഇഫ് ദർ ഈസ് നോ ഗ്രേസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഒരു ദിവസം കൊണ്ട് നമ്മുടെ സമ്പന്നതയൊക്കെ പാപ്പരത്വമാകാൻ അധികം സമയമെടുക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഓർക്കണം, ലോകത്തിൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാക്കണം.
we must live in grace. പഴയ കാലത്ത് ഗ്രേസ് എന്ന് പറയുന്നതില്ല. കുറ്റം ചെയ്താൽ ശിക്ഷയുണ്ട്, അതാണ് ന്യായപ്രമാണം. ഈ കുറ്റത്തിന് ഈ ശിക്ഷ. പാപക്ഷമയെന്നൊരു കാര്യം പഴയ നിയമത്തിലില്ല. അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു കൃപ തന്നത്. കൃപമേൽ കൃപ. ഈ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാതെ, അവനോട് ചേർന്ന് ഓരോ ദിവസവും നടക്കാതെ, അവനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാതെ ഈ കൃപ നമുക്ക് ലഭിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കൃപയിൽ വളർത്തണം. ഈ കൃപ അറിഞ്ഞിട്ട് അവർ ഈ പട്ടണത്തിൽ കടന്നു പോകണം. ഒരുപക്ഷെ നമ്മൾ ദൈവത്തിന് സ്തോത്രം കരയറ്റണം. ആത്മീയമായിട്ട് ജീവിക്കാൻ ഏറ്റവും പറ്റിയ ലോകത്തിലെ സ്ഥലം സൗദി അറേബ്യയാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ബഹ്റിന് പോയി. അവിടെ ചെന്നപ്പോൾ അവരോട് പ്രസംഗിക്കണമെന്ന് ഞാൻ പ്രസംഗിച്ചു. ബഹ്റിൻ സമൃദ്ധമായ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി എന്നുള്ളത് മറ്റു പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, സൗദി അറേബ്യയിലോട്ട് വന്ന് കാണും ഞങ്ങൾ എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പഠിക്കുന്നതെന്നും പഠിപ്പിക്കുന്നതെന്നും. പഠിച്ചിട്ട് വന്നവരല്ല, ഇവിടെ വന്ന് പഠിച്ചത്. അപ്പൊ നമുക്ക് കുറെ സമയം മാറ്റി വെക്കണം. എന്തിനാണെന്നറിയാമോ? ഈ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ. എല്ലാവരും ഭയങ്കര തിരക്കാണ്. നേരം വെളുത്തു മുതൽ വൈകുന്നേരം വരെ ഓട്ടമാണ്. ആർക്കും സമയമില്ല. നമ്മുടെ സമയങ്ങളെ ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കണം. We should share our time with the Lord. We should share our time in the presence of Him. ഓരോ ദിവസവും രാവിലെ മുട്ടുമേൽ നിന്ന് കരഞ്ഞിട്ട് ജോലിക്ക് പോയി നോക്കിക്കേ. ഞാൻ കുറെ നാളുകൾക്ക് മുൻപ് ഇവിടെ അടുത്തൊരു കൂട്ടായ്മയിൽ പോയി പ്രസംഗിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞ് നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം. 6 മണിക്ക് എഴുന്നേൽക്കുന്നവനാണെങ്കിൽ നാളെ മുതൽ 5:30 എഴുന്നേൽക്കണം. 7 എഴുന്നേൽക്കുന്നവനാണെങ്കിൽ 6:30 എഴുന്നേൽക്കുക. അപ്പോൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഒരു അല്പം സമയം കിട്ടും. ഒന്ന് മുട്ടുകുത്തി ആ ബെഡ്റൂം അടച്ചിട്ട് ഒന്ന് കണ്ണുനീരൊഴുകിയിട്ട്, കർത്താവേ ഇന്ന് പോരാട്ടങ്ങളുടെ ദിവസം, ഇന്ന് എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാനുണ്ട്. കർത്താവേ, ഇന്ന് സഹോദരി പറഞ്ഞല്ലോ, റോഷനിവിടെ പറഞ്ഞല്ലോ, കൂടുതൽ ആരും കടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. അടുത്ത വാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അറിയാമോ? നീ എന്നോട് കൂടെ ഇരിക്കുന്നില്ലേ? കർത്താവേ, നീ എങ്കിൽ പിന്നെ എനിക്ക് എന്താ പ്രശ്നം? ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് പിന്നെയും പ്രസംഗിക്കാൻ അവിടെ ചെന്നപ്പോഴേ ആ പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സഹോദരൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അങ്കിള്, ഇങ്ങനൊരു വാക്ക് കഴിഞ്ഞ വർഷം പ്രസംഗിച്ചത് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ട്. ഞാൻ അന്ന് മുതൽ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ജീവിതം തന്നെ മാറിപ്പോയി. എൻ്റെ ജീവിതം തന്നെ വ്യത്യസ്തമായി. എൻ്റെ ഓഫീസ് രംഗം, എൻ്റെ ഔദ്യോഗിക രംഗം മാറ്റങ്ങളുണ്ടായി. നമ്മൾ ഒത്തിരി പ്രസംഗം കേൾക്കുന്നില്ല, ഒത്തിരി പരിപാടികൾ ക്രിസ്മസിനെ പറ്റി കാണുന്നവരാണ്. പക്ഷേ വാസ്തവമായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഫിസിക്കലായിട്ട്, ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് എനിക്കൊരു സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഏത് ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞാലും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അടുത്ത ചോദ്യം, ഡു യു ഹാവ് ദ ഫിസിക്കൽ ഐഡിയ ഓഫ് ഇറ്റ്? ഡു യു റിയലി ഹാവ് ദ ഫിസിക്കൽ ഐഡിയ ഓഫ് ഇറ്റ്? എന്ന് പറഞ്ഞാൽ വാസ്തവമായിട്ട് ഈ പറയുന്നത് രുചിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ടോ? കർത്താവുമായുള്ള നമ്മുടെ ബന്ധം അങ്ങനെയായിരിക്കണം. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഡു വി ഹാവ് എ ഫിസിക്കൽ ഐഡിയ ഓഫ് ലിവിംഗ് വിത്ത് ജീസസ്? ഓരോ ദിവസവും ഈ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടോ? ദൂതനോട്, മറിയോട്, കന്യാമറിയാവിനോട് ദൈവം എന്താ പറഞ്ഞത്? അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കപ്പെടും. യെശയ്യാവ് പ്രവചിച്ചു. എന്താ ഇമ്മാനുവേല്? അങ്ങ് ദൂരെ ഇരിക്കുന്ന ഒരു ദൈവത്തെ. പഴയ നിയമകാലത്താണെങ്കിൽ അങ്ങ് അതിവിശുദ്ധ സ്ഥലത്ത് ഒരു കാരണവശാലും സാധാരണക്കാരന് പോകാൻ വയ്യ, പുരോഹിതന് പോലും പോകാൻ വയ്യ. വർഷത്തിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ അനേക ദിവസങ്ങളിലെ വ്രതമെടുത്തിട്ട് തന്നെ ശുദ്ധീകരിച്ചിട്ട് കരഞ്ഞ് വിലപിച്ച് ഉപവസിച്ചിട്ട് പേടിച്ച് വിറച്ചും കൊണ്ട് കടന്നു എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ധൂപം കാട്ടുന്ന ആ സ്ഥലത്തിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ദൈവം പറയുക, ദൈവം നമ്മോടുകൂടെ. Oh, he came down from there to live in our hearts. അപ്പോസ്തലനായ പൗലോസ് എഴുതി, don't you know that you are the temple of living God? ഇത് ടെമ്പിളാണ്, ദൈവം വസിക്കുന്ന മന്ദിരമാണ്. ആ കാഴ്ചപ്പാട്, ഡു യു ഹാവ് ദ ഫിസിക്കൽ ഐഡിയ ഓഫ് ഇറ്റ്? ഞങ്ങളുടെ സാറ് പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചു നോക്കട്ടെ ഓരോരുത്തരോടും, ഡു യു റിയലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? കർത്താവായ യേശു ഈ മന്ദിരത്തിന്റെ അകത്ത് വസിക്കുമ്പോൾ എനിക്ക് കള്ളം പറയാൻ പറ്റില്ല, എനിക്ക് വേണ്ടാത്ത ചിന്തിക്കാൻ പറ്റില്ല. എന്റെ പ്രവൃത്തി ശുദ്ധമായിരിക്കണം. എന്നോട് എടുക്കുന്നവരോട് ഞാൻ ഇടപെടുന്നത് അങ്ങനെയായിരിക്കണം. They will see the presence of Lord in our life.
നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സന്നിധിയിൽ സ്ഫടിക തുല്യമായിരിക്കണം. ഒന്നും മറച്ചു വയ്ക്കാനില്ലാതെ ഇരിക്കുക. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിക്കകത്ത് നെഹ്റു തന്റെ മകൾക്ക് എഴുതിയ പുസ്തകമാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ഞാൻ ഇറ്റാലിലെ ജയിലിൽ കിടന്നുകൊണ്ട് എഴുതുക. ഇന്നലേക്ക് 13 വയസ്സുള്ളപ്പോൾ എഴുതിയ, ഓരോ ദിവസവും ഓരോ ലെറ്റർ എഴുതുന്നത്. 13 വയസ്സുള്ള ഇന്നലേക്ക് അവരുടെ ബർത്ത്ഡേക്ക് എഴുതിയ ഒരു വാക്ക് നിങ്ങളാരും വായിച്ചു കഴിയത്തില്ല. മോളെ, യു ഷുഡ് നോട്ട് ഹാവ് എ സീക്രറ്റ് which you cannot share with your mother. നിന്റെ മാതാവിനോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു രഹസ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നെഹ്റു വിശ്വാസിയായിരുന്നില്ല, പക്ഷേ നമുക്കും പറയാം, നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായി ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. Look, let our life be an open book in front of the Lord. അതാണ് മാനുവൽ. സ്വർഗത്തിലെ ദൈവം, വിദൂരയിലുള്ള ദൈവം നമ്മുടെ മധ്യത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വസിപ്പാനായിട്ട് ഇറങ്ങി. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇതെങ്ങനെ കിട്ടി? ദൈവം തന്നെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാൾ അകത്തിരിപ്പുണ്ടെന്നുള്ളത് എന്തൊരു ഉറപ്പെന്നറിയാമോ, എന്തൊരു ധൈര്യമാണെന്നറിയാമോ? നമ്മുടെ ഭാവി അങ്ങനെ കാര്യങ്ങളിലേക്ക് ക്രിസ്മസിന്റെ സന്ദേശം വാസ്തവത്തിൽ ക്രിസ്മസിന്റെ സന്ദേശം കർത്താവായ യേശു ക്രിസ്തുവുമായി ഒന്നിച്ച് നടക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്റെ കർത്താവിന് ഇഷ്ടമില്ലാത്ത സകലനെയും, എന്റെ കർത്താവിന് ഇഷ്ടമില്ലാത്ത സകലനെയും ബൈബിൾ പറഞ്ഞ് മാറ്റിവെക്കുവാൻ ഇന്നെനിക്ക് കഴിയുന്നെങ്കിൽ അതാണ് ക്രിസ്മസ്. ക്രിസ്തു നിങ്ങൾ ഉരുവാകോളം പൗലോസിന്റെ വാക്ക് ലേഖനത്തില്, ക്രിസ്തു നിങ്ങൾ ഉരുവാകോളം അതുവരെ ക്ഷമയോടെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് പൗലോസ്. ക്രിസ്തു നമ്മൾ ഗുരുവാണ്. മറിയ ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയാൻ എങ്ങനെ സംഭവിക്കും? എന്താ മറുപടി എന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ, അത്യുന്നതന്റെ പ്രഭ നിന്റെ മേൽ. ഇന്ന് ലോകം നമ്മളെ നോക്കിയിട്ട് പറയും, ഞങ്ങളെ തന്നെയല്ലേ ഈ മനുഷ്യൻ കണ്ട ഒരുപോലെ ഇരിക്കും. പക്ഷെ അവർക്ക് കാണാൻ കഴിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണാൻ നമുക്ക് കഴിയത്തില്ല. നമ്മൾ ഈ ശരീരത്തിന്മേൽ ആക്ച്വലി 3 അംശങ്ങളുണ്ട്, അറിയാമോ? ദേഹം, ദേഹി, ആത്മാവ്. ദേഹം കാണാൻ പറ്റും, ദേഹി മനസ്സിലാക്കുക, നമ്മുടെ ഇന്റലിജൻസ് ആണ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ മെന്റൽ ഫാക്കൽറ്റി. പക്ഷേ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഈ ആത്മാവിനോട് എനിക്ക് ഒരിക്കലും കള്ളം പറയാൻ പറ്റത്തില്ല. ഈ ആത്മാവിനെല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ അനന്യമായി നിൽക്കുക. കർത്താവ് ലോകത്തിലേക്ക് മടങ്ങി വരുന്ന വീണ്ടും ലോകത്തെ 2ആയിട്ട് വിഭജിക്കുക. വിശ്വാസികളെന്നും അവിശ്വാസികളെന്നും, നല്ല ദാസനെന്നും ദുഷ്ടദാസനെന്നും. കർത്താവിന് മടങ്ങിയതിനായിട്ട് കർത്താവിന്റെ വരവെങ്കിൽ യഹൂദ കുടുംബങ്ങളൊക്കെയും അനേക വർഷങ്ങളായിട്ട് സുഗന്ധദ്രവ്യം ഒരുക്കി കാത്തിരിക്കുക. എന്റെ ഭവനത്തിനൊരു പെൺകുഞ്ഞ് പിറന്നാൽ കർത്താവെ, ഈ കുഞ്ഞിന്റെ മകനായിട്ട് വേണം മശീഹ ജനിക്കാനായിട്ട്. എല്ലാവരും വർഷങ്ങളായിട്ട് സുഗന്ധദ്രവ്യമൊക്കെ ഒരുക്കി കാത്തിരിക്കുക. പക്ഷേ ബേത്ലഹേമില് പല ഡോറിലും പോയി ആ ജോസഫും മറിയം മുട്ടി കാണും. ഒന്ന് തുറന്നു തരുമോ? ഈ ഗർഭിണിയായ ഈ ഭാര്യയെ കിട്ടി ഒരു രാത്രിയുടെ കഴിച്ചുകൂട്ടാൻ തുറന്നു തരുമോ? നോ വേക്കൻസി. പക്ഷെ അവരുടെ ഭവനങ്ങളിൽ അവർ കാത്തിരിക്കാം മശീഹയ്ക്ക് വേണ്ടി. ബേത്ലഹേമിലെ സമ്പന്നരുടെ കുടുംബങ്ങളും ഭവനങ്ങളും ഗേറ്റുകളും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ടില്ല. പാവപ്പെട്ട മറിയയ്ക്കും ജോസഫിന്റെ മുമ്പിൽ ഒരു വഴിയമ്പലത്തിൽ പോലും ഒരു റൂം കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഉൾത്തൊഴുത്തിൽ പോയി. എന്താ കാത്തിരുന്നവർ കണ്ടില്ല ഒന്നാമത്തെ ക്രിസ്മസ്. ഇന്ന് നമ്മൾ വേറൊരു ക്രിസ്മസിന് വേണ്ടി കാത്തിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു രാജാവായി യഥാർത്ഥ മശീഹയായി ഈ ലോകത്തെ ഭരിക്കാനായിട്ട് വരുന്ന ഒരു ക്രിസ്മസ് സുദിനം സഖറിയാ പ്രവാചകൻ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ കാണുമോ? നമുക്ക് നമ്മെ തന്നെ അതിനായിട്ട് എടുക്കാം. ഈ ക്രിസ്മസ് നമ്മെ തന്നെ ഒരുക്കുന്ന ഒരു സമയമായി മാറും. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനായിട്ട് ഒരുക്കുന്ന സമയമാകട്ടെ. നമ്മുടെ ജീവിതം ഒന്ന് വ്യത്യാസപ്പെടട്ടെ. ഇന്നലെ ജീവിച്ചതുപോലെ അല്ല, കർത്താവ് 2010 ജീവിച്ച പോലെ അല്ല ഈ 11ലെ ക്രിസ്മസ് ഞാൻ ജീവിക്കാനായിട്ട് പോകുന്നത്. നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ എത്തിക്കാം. കർത്താവായ യേശു ക്രിസ്തു ഇമ്മാനുവേൽ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓർപ്പിക്കുന്നത് സാധുക്കളെ മറക്കില്ല. ഇവിടെ പല ദൂതുകളും നമ്മൾ കേട്ടല്ലോ. ബേത്ലഹേമിലെ സമ്പന്നർക്ക് അന്നൊരു ക്രൗൺ നഷ്ടപ്പെട്ടു. അവർക്ക് വലിയ കിരീടം നഷ്ടപ്പെട്ടു. അവരുടെ ഭവനത്തിൽ മശീഹ വന്നിരിക്കുന്ന ആ വലിയ അനുഭവം അവർക്ക് നഷ്ടപ്പെട്ടു പോയി.
നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. നമ്മുടെ കർത്താവ് വാനഗ്രഹത്തിന് നമുക്ക് വേണ്ടി വീണ്ടും വരും. ഈ കർത്താവിനെ എതിർക്കാനായിട്ട് നമുക്ക് ഒരുങ്ങട്ടെ. നമ്മെ തന്നെ അതിനായിട്ട് നമുക്ക് ഒരുക്കാം. ഈ ലോകത്തിന് വേണ്ടി ഒരുക്കൊണ്ടിരിക്കുക. ഈ മിശിഹായുടെ മക്കളായി അവനെ ഒരുക്കുവാൻ ഈ ക്രിസ്മസ് നമ്മെ ഏവരെയും അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വെച്ചിരിക്കുന്നു. ദൈവത്തിനെ വിശ്വസിച്ചാൽ സഹായിക്കുന്നു.